നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ഇന്ന് ആദിവാസികൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും അവശരായ ഈ ജനവിഭാഗത്തെ സംരക്ഷിക്കാനോ അവരുടെ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആദിവാസികളുടെ മണ്ണും മാനവും കുടിവെള്ളവും ഒക്കെ കവർന്ന് അവരുടെ ആവാസഗേഹങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നിലനിൽക്കാൻ ചെയ്യും. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് ഈ കാലഘട്ടത്തിൽ കേരളത്തിന് വിശേഷിച്ചു ഏറ്റവും വലിയ അപമാനമാണത് എന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഈ ജനാധിപത്യവും മതേതര വിശ്വാസവും ഒരുപക്ഷെ മാനുഷിക മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മനുഷ്യാവകാശ ക്യാമ്പയിൻ എന്ന പേരിൽ ഒന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പശ്ചാത്തലത്തിൽ വിശേഷിച്ചും ആദിവാസികളുടെ കാര്യം ശക്തമായി ഉയർത്തിപ്പിടിക്കണമെന്നാണ് അത് ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെയും ജമാഅത്തിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അത് നീതിയും മനുഷ്യാവകാശങ്ങളുമാണ് ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നത്. മാനുഷിക മൂല്യങ്ങൾ, നീതി, മനുഷ്യാവകാശം, അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനം എന്നിവയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം. ആ വിഷയത്തിൽ ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മനുഷ്യസ്നേഹികളും ഒക്കെ ഒന്നിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ നാട്ടിലെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ എല്ലാവരുടെയും സഹകരണം ഈ രംഗത്ത് നമ്മൾ ആഗ്രഹിക്കുന്നു. രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും വിശേഷിച്ചും മനുഷ്യസ്നേഹികളായ എല്ലാ ജനവിഭാഗങ്ങളുടെയും കൂട്ടായ സഹകരണത്തോടുകൂടി ഈ മനുഷ്യാവകാശ ക്യാമ്പയിൻ വിജയിപ്പിക്കണമെന്നാണ് നമ്മൾക്ക് പറയുവാനുള്ളത്. ഇത്ര അല്പസമീപനത്തോടെയും ഇത്രയും മിതമായ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു പോലീസ് ഇതുപോലത്തെ ഒരു അറ്റംപ്റ്റിനെ നിർവീര്യമാക്കിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. നേതാക്കന്മാരെ ഓർഡർ പ്രകാരമല്ലേ പിന്നെ ഉദ്യോഗസ്ഥന്മാരങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പൊ പാവങ്ങളെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനില്ല. അതാണ് അതിന്റെ സത്യം. And understand that what has happened is a blot in the history of Kerala. It's a very terrible thing. There is no excuse for opening fire on women and children like this. There is no argument. There is absolutely no reason for this to have happened. And if it had happened to anybody other than Adivasis, all of you know what would have happened, you know.
So it is a shame for us. It's a shame, a big shame for me as a Malayali to have to remember this as a part of the history of the time I was alive anyway. ആദിമ സമൂഹത്തിന്റെ പോരാട്ടങ്ങൾ കൊണ്ട് മുഖരിതമായിരിക്കുന്നു സഖ്യപർവ്വത നിരകൾ. ദശാബ്ദങ്ങളായി തുടരുന്ന പട്ടിണിയും അനാഥത്വവും, പുതിയ സമൂഹവും ഭരണകൂടവും നടത്തുന്ന കടന്നാക്രമണങ്ങൾ. ക്രിസ്തുവർഷത്തിനും എത്രയോ മുൻപേ നമ്മുടെ സംസ്കാരം കരുപിടിപ്പിച്ചവർ ഇന്ന് വംശനാശത്തിന്റെ വക്കിലാണ്. അതിനെതിരെ അവർ നടത്തുന്ന സഹജ സമരത്തിന് ഒരേയൊരു ശബ്ദമേയുള്ളൂ: പൊരുതുക, അല്ലെങ്കിൽ മരിക്കുക. ആദിവാസി ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പശ്ചിമഘട്ട മലനിരകളിൽ ഇന്ന് സമരാഗ്നി പടരുന്നത് ജീവിക്കാനുള്ള ഒരു പിടി മണ്ണിനു വേണ്ടിയാണ്. കാരണം അവരിൽ നിന്നും ആദ്യം കവർന്നെടുത്തത് ഭൂമിയാണ്. അതോടെ കിടപ്പാടത്തിനും വെള്ളത്തിനും ജീവവായുവിനും വരെ യാചിക്കേണ്ട അടിമകളായി അവർ. സ്വതന്ത്രവും തനതുമായ സമ്പദ് വ്യവസ്ഥയും സാമൂഹ്യ വ്യവസ്ഥയും ഭൂമിയോടൊപ്പം തന്നെ അട്ടിമറിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി സ്വകാര്യ സ്വത്ത് ഇല്ലാത്ത വ്യവസ്ഥയായിരുന്നു ആദിവാസികൾക്ക്. കൂട്ടായ മാറ്റുകൃഷി, വനവിഭവ ശേഖരണം, മീൻപിടുത്തം, അങ്ങനെ ചുറ്റുപാടുകളെ ജീവിതവുമായി കോർത്തിണക്കുകയായിരുന്നു ഈ സമൂഹം. ഈ ചിട്ടയിലേക്ക് ആദ്യം കടന്നേറിയത് ബ്രിട്ടീഷുകാരാണ്. അതോടെ മനുഷ്യരാശിയോളം പഴക്കമുള്ള ഒരു ജൈവ വ്യവസ്ഥ തന്നെ തകർന്നു തുടങ്ങി. ആദ്യം തടിയായിരുന്നു ആക്രമണകാരികളുടെ ലക്ഷ്യം. വെട്ടിത്തീർന്ന വനഭൂമിയിൽ പിന്നീടവർ നാണ്യവിള തോട്ടങ്ങളുണ്ടാക്കി. ആദിവാസികൾക്കു മാത്രമായ ഭൂമിയിൽ തേയിലയും കാപ്പിയും ഏലവും അവർ നട്ടുവളർത്തി. ജന്മാവകാശം നഷ്ടപ്പെട്ട ആദിവാസികൾ അടുത്ത വനത്തിൽ താവളം തേടി. ഇവിടെയും അവർ അഗതികളായിരുന്നു. നിക്ഷിപ്ത വനവും വന്യജീവി സങ്കേതവുമൊക്കെ പ്രഖ്യാപിച്ച് ഈ മണ്ണും ആദിവാസികളിൽ നിന്നും കവർന്നെടുത്തു. കാടായ കാട്ടിലും നദികളിലും തോടുകളിലും അണകെട്ടി, തടകെട്ടി. ഡാം, വൈദ്യുതി പാതകൾ, റോഡുകൾ, മണിമന്ദിരങ്ങൾ, ഇപ്പോഴിതാ ഇക്കോ ടൂറിസവും. ഓരോന്നും ആദിവാസികൾക്ക് ചതിക്കുഴികളായി. അവരുടെ ഭൂമി ഇഞ്ചിഞ്ചു കയ്യേറി. മിക്കവർക്കും ഭൂമിയില്ല, കിടപ്പാടമില്ല. അങ്ങനെ ജീവിതമേ പലായനമായ ഒരു ജനവിഭാഗം നിത്യകാഴ്ചയായി. നിർബന്ധിത വന്ധ്യംകരണം പോലെ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കുന്നതും ഇന്ന് ആദിവാസികളെ സ്വാഭാവിക ജീവിതത്തിൽ നിന്നും തുരത്താനുള്ള ഒരു സർക്കാർ ആഭിചാരമായി. ഈ തന്ത്രത്തിന്റെ ഒരു പരീക്ഷണശാലയാണ് ചിന്നാർ. ചിന്നാറിലെ ചമ്പക്കാട് മലപ്പുലയ കോളനി. ഇവർക്കാർക്കും പട്ടയമില്ല. കോളനിയിൽ നിന്നും പുറം ലോകത്തേക്കിറങ്ങാൻ വനപാലകരുടെ കാരുണ്യം വേണം. കാട്ടിനകത്തും സഞ്ചാര സ്വാതന്ത്ര്യമില്ല. സന്ദർശകരെ അനുവദിക്കില്ല. ഏക ആശുപത്രി എന്നോ പൂട്ടി. ആദിവാസി ഹോസ്റ്റൽ തകർന്നു പൊളിഞ്ഞു. ആദിവാസികൾ വനോൽപ്പന്നങ്ങൾ തൊട്ടുകൂടാ, കാലിമേച്ചുകൂടാ. കാട്ടുകാവൽക്കാരായി ദിവസക്കൂലിക്ക് ഇവരെ നിയമിക്കുന്ന ഇടക്കാല ആശ്വാസവും നിർത്തി. ആദ്യം ഞങ്ങൾ അവിടെയാണ് ഇരുന്നത്. ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ കോളനി കിട്ടിയത് 56-ലാണ് ഇവിടെ കോളനി കിട്ടിയത്. 58-ലാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസത്. അതിക്ക് പിന്നാലെ ഞങ്ങൾക്ക് ரொம்ப ബുദ്ധിമുട്ടിയെല്ലാം ആയി. എങ്ങനെയാ, ഭയങ്കര വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇക്കരയോ എവിടെയെങ്കിലും പോകാൻ പറ്റിയില്ല. പട്ടിണി 10-15 ദിവസമെല്ലാം പട്ടിണിയായിട്ട് കിടക്കും. ഇല്ലെങ്കിൽ ഈ കാട്ടിലെ കിളങ്ങെടുക്കാൻ പോകും. കിളങ്ങെടുത്തുകൊണ്ട് പറഞ്ഞ ഈ മഴയെടുത്ത സമയത്തല്ലേ ഞങ്ങൾ പോയി അവിടെ പോയി കിളങ്ങെടുക്കാൻ. അപ്പൊ കൂലിപ്പണി കിട്ടത്തില്ല. കൂലിപ്പണി കിട്ടാതെ ഞങ്ങൾ ரொம்ப ബുദ്ധിമുട്ടായി. ഞങ്ങൾക്ക് റേഷൻ മറയൂരാണ്. ഇവിടെ നിന്ന് 16 കിലോമീറ്റർ ഉള്ളിൽ പോയാലേ റേഷൻ മേടിക്കാൻ പറ്റത്തുള്ളൂ.
നടന്ന് ബസ്സിൽ പോകണം. ഇവിടെ 5 രൂപ 50 പൈസയാണ് ഇപ്പോഴത്തെ ബസ് ചാർജ്. അങ്ങനെ ഇരുന്ന് ജീവിച്ച് ഞങ്ങളും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇതുവരെയും എന്താ കാര്യമോ നടക്കുന്നില്ല. വെള്ളമോ മറ്റതോ ഒരു സ്ഥലം കുടിക്കവോ നല്ല ജീവിതമില്ല. ആടോ മാടോ മേയ്ക്കുന്ന അത് ഈ സാഹചര്യം വന്നതിന് ശേഷം 84 ഈ സാഹചര്യം എടുത്തത്. 84 ഇപ്പൊ കണ്ടീഷൻ കൂടുതലേ ഉണ്ട്. കാട്ടിലെ പോകാൻ പറ്റില്ല അധികമായിട്ട്. ഈ വേനൽക്കാലത്തേക്ക് പയറുവാച്ചർമാർ 10-12 പേര് എല്ലാം ഈ കുടിയിലിരുന്ന് എടുത്തുകൊണ്ടിറങ്ങി. അതും ഇപ്പൊ നിർത്തിപ്പോയി. പണ്ട് കാലത്ത് 6 മാസത്തേക്ക് കഴിഞ്ഞതോറും 4-4.5 മാസം 5 മാസത്തേക്ക് നിർത്തും. ഈ പയറുവാച്ചർ ഈ തീ കത്താതെ വനത്തിലെ തീ കത്താതെ നിർത്തി അത് ഞങ്ങൾ നോക്കണം. അപ്പൊ അതിന് ശമ്പളം തന്നുകൊണ്ടിരുന്നത് അതും നിർത്തിപ്പോയി അവര്. ഇപ്പൊ അതിന്റെ ജീവിതമേ ഇല്ല. നാളെ 20 കൊല്ലത്തില് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ 20 കൊല്ലമായി ജോലി നോക്കിയത്. ഇപ്പൊ തന്നെ വയസ്സ് പോയി എന്നും പറഞ്ഞ് അവര് പിരിച്ചുവിട്ടു. ആനുകൂല്യം ഒന്നും തന്നിട്ടില്ല. ആദിവാസികളുടെ അവസ്ഥ 16-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ അടിമകളെക്കാൾ ദാരുണമായി മാറുകയാണ്. അവർക്കിടയിൽ നിർബന്ധിത വന്ധ്യംകരണം നടപ്പാക്കി വരികയാണ്. പട്ടിണിയിട്ട് തുരത്തുന്നതിലും ഒടുങ്ങാത്ത വംശങ്ങളുടെ അന്ത്യത്തിന് ഒരു ഒറ്റമൂലിയാണ് പാശ്ചാത്യ നരവംശശാസ്ത്രത്തിൽ മുളപൊട്ടിയ ഈ വംശീയ ശുചീകരണ രീതി. ഇതോടെ ആദിവാസി വംശങ്ങൾ കുറ്റിയറ്റുപോവുമെന്ന് നിരവധി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിപ്പോ സർക്കാർ പറഞ്ഞതനുസരിച്ചാ എല്ലാരും അങ്ങനെ ഒരു കുട്ടികള് 2 കുട്ടികൾക്ക് കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ അതങ്ങനെ നിർത്താൻ കാരണമേ. അത് ഞങ്ങളുടെ കുഴപ്പമല്ല. സർക്കാർ പറഞ്ഞതനുസരിച്ച് ഓരോ വർഷം ഇങ്ങനെ 2 പേരും 3 പേരും ഇങ്ങനെ പോയി അത് ചെയ്തതാ. അതുകൊണ്ടാ കുട്ടികൾ കുറവ് വരുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ തന്നെ ആദിവാസികളിൽ കോളനിവൽക്കരണം നടപ്പാക്കി തുടങ്ങി. അന്നവർക്ക് കൃഷി ചെയ്യാൻ ബ്രിട്ടീഷ് നാട്ടുപ്രമാണിമാർ കനിഞ്ഞു നൽകിയ ഭൂമിയാണ് തിരുവിതാംകൂർ കുടിയേറ്റം എന്ന പ്രതിഭാസത്തിൽ തട്ടിപ്പറിക്കപ്പെട്ടത്. ഇന്ന് മരണമണ്ണ് പോലും ആദിവാസികൾ ഇവരോട് ഇരുന്നു വാങ്ങണം. മരിച്ചാൽ ശവമടക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ല. സ്വന്തം തട്ടകത്തിൽ യാചകരാക്കി മാറ്റിയ ആദിവാസികൾക്ക് സ്വദേശി സർക്കാരും കോളനികൾ നിർമ്മിക്കുന്നു. പക്ഷേ ഒരിക്കലും ആ നിർമ്മാണം തീരുന്നില്ല. രാഷ്ട്രീയ പ്രമാണിമാരുടെ അഴിമതിക്ക് ഒരു അക്ഷയപാത്രമായി കോളനി നിർമ്മാണം തുടരുകയാണ്. 15 വീട് ഒരു ഇടുക്കിയിലുള്ളവരാണ് ഈ 15 വീട് കട്ടിയത്. അത് 15 എണ്ണം അവർ വാർത്തിട്ടിട്ട് പോയി. ഇത് വേറെ മറയൂരിലുള്ള ഒരു പുള്ളിയാണ് ഈ വീടുകളൊക്കെ കെട്ടിയത്. ഇതും 15. എത്ര കാലം കൊണ്ട് പണിയുന്നത്? ഇതിപ്പം 5-6 മാസത്തിന് മേളിലായി ഈ വീട് പണി തുടങ്ങിയിട്ട് തന്നെ. അങ്ങനെ സ്വന്തമല്ലാത്ത ഭൂമിയിൽ പണിയൊരിക്കലും തീരാത്ത ചെറ്റകളിൽ പട്ടിണി കിടക്കാനല്ലാതെ രചനാത്മകമായി എന്തെങ്കിലും ചെയ്യാൻ ഈ കോളനി വൽക്കരണത്തിന് കഴിഞ്ഞില്ല. ഇങ്ങനെയാണ് പുനരധിവാസം. ഒരു ആദിവാസി കോളനിക്കായി രൂപം കൊടുത്ത നെയ്ത്തുശാലയാണിത്. 1 കോടി രൂപയാണ് ഈ തറികൾ ഉണ്ടാക്കാൻ ചെലവാക്കിയ കണക്ക്. ഒരു ദിവസം പോലും ചലിക്കാതെ, നൂല് കാണാതെ തറികൾ അനാഥമായ ഈ ഫാക്ടറി സർക്കാർ കണക്കിലെ ആദിവാസി ക്ഷേമം എന്താണെന്ന് തുറന്നുകാട്ടുന്നു. ആദിവാസികൾ കുടിയൊഴിയാൻ അവരെ കൂട്ടിലിട്ട് പുകയ്ക്കുകയാണ് സർക്കാർ. അവർക്കില്ലാത്ത സ്വാതന്ത്ര്യം ടൂറിസ്റ്റുകൾക്കുണ്ട്. ഇഷ്ടം പോലെ പ്രവേശനം, താമസിച്ചു രസിക്കാൻ പഞ്ചനക്ഷത്ര താവളങ്ങൾ. ആദിവാസികൾ കൂടി ഉൾപ്പെട്ട ഒരു ജൈവ വ്യവസ്ഥയ്ക്കുമേലാണ് പരിഷ്കൃത സമൂഹം അടിമത്വം അടിച്ചേൽപ്പിക്കുന്നത്. റൂട്ടെന്ന് വെച്ചാൽ സാറേ ഇത് ഫോറസ്റ്റുകാർ ഇട്ടിരിക്കുന്നതാണ്. ഫോറസ്റ്റുകാർ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വണ്ടിയൊന്നും താഴെ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കുടിയിൽ ഹോസ്പിറ്റൽ കേസ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ ആന വല്ലതും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്.
ഇവിടെ റോഡ് വേണം, അവിടെ നിന്ന് കുടിയിൽ റോഡ് വരെ ചുമന്നുകൊണ്ട് വരണം. പിന്നെ ഈ ഗേറ്റ് ഉണ്ടെങ്കിൽ ഗേറ്റിന്റെ താക്കോല് മേടിക്കണമെങ്കിൽ ചിന്നാറി പോകണം. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി വണ്ടി താക്കോലുണ്ടെങ്കിൽ പാലം വരെ പോകും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വന്ന് ആനയൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടാണ്. താക്കോല് മേടിക്കണമെങ്കിൽ ചിന്നാറി പോകണം. ചിന്നാറി ഫോറസ്റ്റുകാരുടെ കയ്യിലാണ് താക്കോല്. അതെ, ഇതൊരു തടസ്സമാണ്. ഇപ്പം ഈ ഗേറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പം എന്തെങ്കിലും മെഡിക്കൽ കേസൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി താഴെ ഇറങ്ങി വരുന്നതാണ് സൗകര്യം. അപ്പം അവിടെ നിന്ന് കുടി വരെ പോകത്തില്ല. താഴെ പാലത്തിൻ്റെ ഇതും അങ്ങനെയാണ്. പാലം അത് ഫോറസ്റ്റിൽ നിന്ന് തടസ്സം വന്നിട്ടാണ് വീതി കുറച്ച് പണിത് പാലം. ആസൂത്രിതമായ കുടിയൊഴിക്കലിന് ഇനിയും നിരവധി സാക്ഷ്യങ്ങളുണ്ട്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചപ്പോൾ മുങ്ങിപ്പോയ വനത്തിൽ നിന്ന് അയൽവനങ്ങളിലേക്ക് അവിടുത്തെ ആദിവാസികൾ കുടിയേറി. അപ്പോൾ ആ വനം പെരിയാർ വന്യജീവി സങ്കേതമാക്കി. ഇവിടെ ഇപ്പോൾ സ്വതന്ത്രമായി പ്രവേശിക്കാനും പുലരാനും അനുവാദമില്ലാത്തത് ഇവിടെ ജനിച്ച് ഇവിടെ മാത്രം ജീവിച്ച ആദിവാസികൾക്കാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ പ്രതിദിനം ഇവിടെ വനം ഉഴുതുമറിക്കുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാം ഇടുക്കി ഡാം നിർമ്മിച്ചപ്പോഴും ഇതുതന്നെ സംഭവിച്ചു. അത് മറ്റൊരു കുടിയിറക്കലായിരുന്നു. പെരിയാർ നദീതടത്തിൽ നിന്നു മാത്രം ഇങ്ങനെ കുടിയിറക്കി കൂട്ടനാശത്തിലേക്ക് നയിച്ച ആദിവാസികൾ 1,00,000-ലേറെ വരും. ഒരു ഭാഗത്ത് വന്ധ്യംകരണം, മറുഭാഗത്ത് ആസുരമായ ലൈംഗിക ചൂഷണം. ഭൂവുടമകളായ കുടിയേറ്റക്കാർ ആദിവാസി സ്ത്രീകളെ ബലമായി ലൈംഗിക ബന്ധത്തിന് വിധേയരാക്കുന്നു. ഇങ്ങനെ അമ്മമാരായി തീർന്നവർ 400-ലധികം വരും. പണം, മദ്യം, വിവാഹം, പല വാഗ്ദാനങ്ങൾ നൽകിയാണ് വേറൊരു ജീവിതം സ്വപ്നം കാണുന്നവരെ കെണിയിൽ വീഴ്ത്തുന്നതെന്ന് നിയമസഭാ സമിതി കണ്ടെത്തി. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ചൂഷണം പുറത്തു പറയുന്നവരെ ഇപ്പോഴും കൊന്നുകളയുകയാണ്. ആദിവാസികളുടെ എല്ലാം കവർന്നെടുക്കുക, അവരെ പട്ടിണിയുടെയും രോഗത്തിന്റെയും പിടിയിൽ തള്ളുക. എഴുതിയതും അല്ലാത്തതുമായ നിയമങ്ങളൊക്കെ ഇതിനാണ്. കേരളത്തിലാകെ ആദിവാസികൾ കുഷ്ഠം, ഭക്ഷണമില്ലായ്മ കൊണ്ടുള്ള വിവിധതരം അനീമിയ എന്നിവ കൊണ്ട് വലയുകയാണ്. അഗളി, അട്ടപ്പാടി മേഖലയിൽ അനീമിയയ്ക്കു കാരണം പട്ടിണിയാണെന്ന് 1999 നിയമസഭാ സമിതി കണ്ടു. വയനാട്ടിലെ പട്ടികവർഗ മേഖലയിൽ കുഷ്ഠം പടരുന്നതായി 86 തന്നെ തെളിഞ്ഞു. എവിടെയും ഒരു നടപടിയും രേഖപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. കേരളം ചാരായത്തിൽ നിന്നും ഒരു പിടി ഉയർന്ന് വിദേശ മദ്യക്കാരുടെ വിപണിയാക്കിയപ്പോൾ അന്നത്തെ സർക്കാർ ആദിവാസികൾക്കും ആ ആനുകൂല്യം നൽകാൻ മറന്നില്ല. വിദൂര കോളനികളിൽ നിന്നുപോലും ബാറുകളിലേക്ക് ആദിവാസികളെ തെളിച്ചുകൊണ്ടുവരുന്നു. ഇതോടൊപ്പം വളരെ വ്യവസ്ഥാപിതമായ കുടുംബ ബന്ധങ്ങളുണ്ടായിരുന്ന ആദിവാസികൾ വേശ്യാവൃത്തിയിലേക്കും വലിച്ചിഴക്കപ്പെടുകയാണ്. ശൈഥില്യത്തിന്റെ പൂർത്തീകരണത്തിനായി കുടുംബ ബന്ധങ്ങളും തകർക്കപ്പെടുന്നു. ആദിവാസികളുടെ വംശവൃത്തിയായിരുന്നു മീൻപിടുത്തം. ഇപ്പോഴതിനും പെർമിറ്റ് വേണം. ഒരു കാലത്ത് അവർ മീൻപിടിച്ച അരുവികൾ ഇന്ന് മണൽവാരൽ കേന്ദ്രങ്ങളാണ്. സ്വന്തം അരുവിയുടെ അടിത്തട്ട് അവരെക്കൊണ്ട് തന്നെ മാന്തിക്കുകയാണ് ഇന്ന് വനം വകുപ്പിലെ മണൽ മാഫിയ. ഇതിപ്പം ഈ മണ്ണ് വാരിട്ടേ ഞങ്ങൾക്ക് ജീവിക്കാനാവുള്ളൂ. എന്താ അങ്ങനെ? വേറെ തൊഴിലൊന്നും ഇല്ലായിട്ട്, തൊഴിൽ കിട്ടുന്നില്ല, ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല. ഇതിനു മുമ്പ് എവിടെയാ താമസിച്ചിരുന്നത്? ഇതിന് മുമ്പ് ആറളം ഫാമിലി. അപ്പൊ ആ സ്ഥലം അവിടെ ഗവൺമെന്റ് പിടിച്ചതിന്റെ ശേഷം പിന്നെ അവിടെ ആദ്യത്തെ ഭാഗം ഞങ്ങൾക്കൊന്ന് പണി കിട്ടാതെ വന്നതിന്റെ ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് മാറി. എവിടേക്ക്? ഇക്കരക്ക്. 1970-കളിലാണ് ആറളം വനഭൂമി പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടമാക്കിയത്. അന്നിവിടെ പാർത്ത ആദിവാസികളെ ബാവലിപ്പുഴയ്ക്ക് ഇക്കരയ്ക്ക് കുടിയിറക്കി. കോളനി വീടുകൾ ഉയർന്നില്ല.
ഫാമും പൊളിഞ്ഞു. ഈ ഫാം സ്വന്തമാക്കാൻ ഉത്തരേന്ത്യൻ ലോബി നടത്തിയ ശ്രമം പരാജയമായപ്പോൾ പാതി സ്ഥലം ആദിവാസിക്ക് പതിച്ചു നൽകാൻ കേന്ദ്രാനുമതി കിട്ടി. എന്നിട്ടും കേരളത്തിലെ ഭരണകൂടം അനങ്ങാപ്പാറ പോലെ നിൽക്കുന്നു. കുടിയിറക്കിയ ആദിവാസികൾക്ക് ഇപ്പോഴും വീട് പുഴയോരമാണ്. 1790കളിലാണ് ആദിവാസികൾ ആദ്യമായി ഒരു സംഘടിത പോരാട്ടത്തിൽ അണിചേർന്നത്. തങ്ങളുടെ ഭൂമിയും സ്വത്തും കവരാൻ വന്ന ബ്രിട്ടീഷ് കമ്പനി പടയെ അവർ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ ചെറുത്തു. ദശാബ്ദം നീണ്ടുനിന്ന ആദ്യത്തെ കേരള സ്വാതന്ത്ര്യ സമരത്തിൽ അവർ മുന്നണി പോരാളികളായി. പിന്നീട് അവരിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഓർമ്മ തൊട്ടുണർത്തിയത് വർഗീസായിരുന്നു. ആദിവാസികൾ പെരുമൻ എന്നു വിളിച്ച് ആദരിച്ച നേതാവ് ആ സമരം പുതിയ തലമുറയിൽ അവകാശബോധത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും വിത്തുപാകി. തുടരുന്ന നിന്ദിതരും പീഡിതരുമായ അവർ 1992 വയനാട്ടിലെ പനവല്ലിയിൽ വനഭൂമിയിൽ കുടിൽ കെട്ടി അവകാശ പ്രഖ്യാപനം നടത്തി. തുടരെയുള്ള സമരങ്ങളും പൊതുസമൂഹത്തിലെ ചിലരുടെ ഇടപെടലും മൂലം ആദിവാസി പ്രശ്നം പഠിക്കാൻ സർക്കാർ നിർബന്ധിതരായി. അവരുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ 75 നിയമനിർമ്മാണം നടന്നു. ആദിവാസികൾക്ക് സ്വന്തം ഭൂമിയിൽ തത്വത്തിലെങ്കിലും അവകാശം സ്ഥാപിക്കുന്ന ഒന്നായിരുന്നു അത്. 20 വർഷം ഈ നിയമം സർക്കാർ തട്ടിക്കളിച്ചപ്പോൾ ഹൈക്കോടതി ഈ പ്രശ്നത്തിൽ സജീവമായി ഇടപെട്ടു. ആദിവാസികളുടെ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചുപിടിച്ചു കൊടുക്കാൻ കോടതി ഉത്തരവായി. എന്നാൽ 75 നിയമം അപ്പാടെ റദ്ദാക്കാനാണ് കുടിയേറ്റക്കാർക്ക് നിയന്ത്രണമുള്ള സർക്കാർ ആലോചിച്ചത്. ഹൈക്കോടതി വീണ്ടും ഇടപെട്ടു. 1996 സെപ്റ്റംബർ 30 മുൻപ് നിയമം നടപ്പാക്കാൻ കോടതി അന്തിമ വിധിയുമായി. ഇതിനൊരാഴ്ച മുൻപ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന നിയമസഭ ഒറ്റക്കെട്ടായി മറ്റൊരു നിയമം പാസാക്കി. ആദിവാസികളുടെ ജീവിതം ഒറ്റയടിക്ക് ഹോമിക്കുന്ന ആ നിയമത്തിന് രാഷ്ട്രപതി അനുമതി നൽകിയില്ല. 75 ആദിവാസി സംരക്ഷണ നിയമം അപ്പാടെ റദ്ദാക്കിക്കൊണ്ട് നിയമസഭ വീണ്ടും ആദിവാസികളോടുള്ള നയം വെളിവാക്കി. ഈ നിയമം കടുത്ത കോടതിയെ ലക്ഷ്യമാണെന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ചു. രക്ഷ തേടി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ആളിപ്പടർന്ന സമരം തിരുവനന്തപുരത്ത് ഭരണസിരാകേന്ദ്രത്തിനു ചുറ്റും തീയായി മാറി. സെക്രട്ടേറിയറ്റിനു മുന്നിലും മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലും തങ്ങളുടെ അനാഥമായ ജീവിതത്തിന്റെ തുടിപ്പുകൾ കൊട്ടി അവർ പാട്ടുപാടി പ്രതിഷേധിച്ചു. തികച്ചും സമാധാനപരമായിരുന്നു ഈ ജീവൽ സമരം. ഇതിനുശേഷം ഒരു ഒത്തുതീർപ്പിന് മുഖ്യമന്ത്രി ആന്റണി വഴങ്ങേണ്ടി വന്നു. ഭൂരഹിതരായ ആദിവാസികൾക്ക് 5 ഏക്കർ ഭൂമിയും ഭരണഘടനാദത്തമായ സ്വയംഭരണവും നൽകാനായിരുന്നു ധാരണ. 2002 ജനുവരി 1 ഇതിന്റെ ഉദ്ഘാടനം മറയൂരിൽ നടന്നു. ആദിവാസികൾക്ക് പട്ടയം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി ആദിവാസികൾക്കൊപ്പം കോലുകൊട്ടിയാടി. ഇതൊരു കപടനൃത്തമാണെന്ന് തിരിച്ചറിയാൻ അധികനാൾ വേണ്ടിവന്നില്ല. ആദിവാസി ഭൂമിയുടെ കാര്യത്തിൽ വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, പട്ടികവർഗ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥ പ്രമുഖർ ഭൂമി മുതലാളിമാർക്കു വേണ്ടി രംഗത്തു വന്നു. ഇതോടെ പദ്ധതി അവതാളത്തിലായി. പണിതില്ല, കുറച്ചുണ്ട് പണിയാൻ കിടപ്പുണ്ട്. അത് പണിത് തീർന്നിട്ട് ഇനി ഒരു 97 വരുമ്പോൾ വീട് കെട്ടാനുണ്ട്. ഇനി മൊത്തം ബാക്കിയുള്ളത് കെട്ടി. ഇപ്പം അത് പണിയും കൂടെ തീർന്നിട്ട് നമുക്ക് താക്കോലൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥലം കിട്ടിയ മറ്റാളുകൾ എവിടെ താമസിക്കുന്നു? ഇവിടെ എല്ലാം ഇവിടെ തന്നെ ഇതുപോലെ ഒരു പുള്ളി കുടിച്ച പോട്ട് താമസിക്കും എടുക്കുക. കുടിച്ച കിട്ടു അതിലേ താമസം എല്ലാവരും അങ്ങനെ വന്ന് എല്ലാവരും ഇപ്പൊ മുഖ്യപ്പെട്ട ആളിലെ താമസം ഇവിടെ ഉണ്ട്. കുറച്ച് പേരും മാത്രം വീട് കെട്ടാത്തവർ മാത്രമേ ഉള്ളൂ കൂടിയില്ല താമസം. വീട് അവർക്ക് ഒന്നും ചെയ്തില്ലല്ലോ ഇതുവരെ.
മറ്റൊരു അണിയറ നാടകവും ഇതിനിടെ മുറുകുകയായിരുന്നു. കൊച്ചിയിൽ നടന്ന ജിം എന്ന നിക്ഷേപക സമ്മേളനം. കേരളം വിദേശ നിക്ഷേപത്തിന് തുറന്നിട്ട് കൊടുക്കുന്ന ഈ മാമാങ്കത്തിൽ ചർച്ച ചെയ്ത വൻ പദ്ധതികൾ ടൂറിസ്റ്റ് റിസോർട്ടുകളായിരുന്നു. അതും ആദിവാസി ഭൂമിയിൽ. മുത്തങ്ങയിലുമുണ്ടായിരുന്നു ഒരു നിർദ്ദിഷ്ട പദ്ധതി. കേരളം വിദേശികൾക്ക് പരുവമാക്കിയെടുക്കാൻ ഒരു പുനരധിവാസ പദ്ധതി കൂടി പ്രഖ്യാപിച്ച് ആദിവാസികളെ വഞ്ചിക്കുകയായിരുന്നു സർക്കാരെന്ന് ഏവർക്കും ഇതോടെ ബോധ്യമായി. ആദിവാസിയുടെ മണ്ണും പെണ്ണും ശരീരാവയവങ്ങളും കവർന്നെടുത്തവർ അവർക്ക് അവകാശപ്പെട്ട ജലസ്രോതസ്സുകളും കവർന്നെടുക്കുന്നു. ഒരു കാലത്ത് മുതുവാന്മാരുടെ ഭരണപ്രദേശമായിരുന്നു മൂന്നാർ. നിരവധി നീരുറവുകൾ, ധാരാളം വെള്ളം. മണ്ണു കവർന്ന് തോട്ടമാക്കിയ ധുരമാർ ഈ ജലാധാരങ്ങൾക്ക് മേലും അവകാശം സ്വയം സ്ഥാപിച്ചു. കുടിവെള്ള സ്ഥാനങ്ങൾ പോലും നഷ്ടപ്പെട്ട് ആദിവാസി ഇന്ന് കുടിവെള്ളത്തിനായി അലയുന്നു. നദികൾ മാത്രമല്ല, ഭൂഗർഭ ജലവും ഊറ്റിയെടുത്ത് ആദിവാസി മേഖല വരൾച്ചയിലേക്കും നാശത്തിലേക്കും നയിക്കപ്പെടുകയാണ്. പ്ലാച്ചിമടയിലെ കൊക്കോകോള ഫാക്ടറി ഇതിന്റെ ഭീമൻ ദൃഷ്ടാന്തമാണ്. ഇവിടെ നിറയെ കിണറുകളുണ്ട്. ഇവിടെ വെള്ളം തീരെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ വെള്ളം ഈ ചോറ് വെക്കുമ്പോൾ തന്നെ ചോറ് ആകെപ്പാട് ചാണകം പോലെ ഇങ്ങനെ ചീഞ്ഞു പോകും. ആ ചോറ് കുറെ വെച്ച് ആ സമയത്ത് കഴിക്കാൻ പറ്റുള്ളൂ, പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയപ്പോ കിലോമീറ്റർ കണക്കിൽ പോയിട്ടാണ് ഞങ്ങൾ വെള്ളങ്ങൾ കൊണ്ടുവന്ന് ജീവിക്കുന്നത്. ചൂഷണത്തിനും തട്ടിപ്പിനും കുപ്രസിദ്ധന്മാരായ ഇവർ ഒരു കാലത്ത് ദക്ഷിണേന്ത്യയുടെ നെല്ലറിയായിരുന്ന ചിറ്റൂർ താലൂക്ക് മരുഭൂമിയാക്കി. അവശേഷിക്കുന്ന ജലം രാസവിഷലിപ്തമാക്കി, രോഗങ്ങൾ വിതറി. കമ്പനിയുടെ ഉൽപാദന അവശിഷ്ടങ്ങൾ നെൽവയലിൽ നിക്ഷേപിച്ച് കൂമ്പുകരിച്ചു. ഇതിനെതിരെ പ്ലാച്ചിമടയിലെ ആദിവാസികൾ 2 വർഷമായി സമരത്തിലായി. കൊക്കോകോള കമ്പനി തൽക്കാലം പൂട്ടി. വീണ്ടും കമ്പനി തുറക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിനെതിരെ പ്ലാച്ചിമടയിലെ നിർധനരായ ജനത നടത്തുന്ന സമരത്തിന് ആഗോള സഖ്യമുണ്ട്. ഇന്നത് ആഗോളവൽക്കരണത്തിനെതിരെ ലോക ജനത നടത്തുന്ന പോരാട്ടത്തിന്റെ പ്രതീകമാണ്. നിരന്തരമായ വഞ്ചനയിൽ പുകഞ്ഞുനീറിയ ആദിവാസികളുടെ രോഷം ഒടുവിൽ പൊട്ടിത്തെറിച്ചു. ഭൂസമരം വീണ്ടും ശക്തി പൂണ്ടു. മുത്തങ്ങ വനപ്രാന്തത്തിലെ യൂക്കാലി തോട്ടത്തിൽ കുടിൽ കെട്ടി അവർ സമരം തുടങ്ങി. 2003 ഫെബ്രുവരി മാസം 19. അത് ഇന്ത്യ ചരിത്രത്തിലെ ഒരു കറുത്ത താളായിരുന്നു. വൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ആദിവാസികൾക്കു നേരെ പോലീസ് വെടിയുതിർത്തു. വീണവരെ വീണ്ടും വീണ്ടും മാരകമായി തല്ലി. സംഭവത്തിൽ 2 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. ഇപ്പോഴവരെ ആരും തിരക്കാറുമില്ല. സമരത്തിന് മുൻനിന്ന CK ജാനുവിനെയും ഗീതാനന്ദനെയും പോലീസ് തടവിലിട്ട് ഭീകരമായി മർദ്ദിച്ചു. പൊതുസമൂഹത്തിലെ ഒരു ധാര ആദിവാസികൾക്കൊപ്പം നിന്ന് ഭരണപ്രതിപക്ഷ നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കി. വിഖ്യാത എഴുത്തുകാരൻ MT വാസുദേവൻ നായരും സമാന മനസ്കരും രംഗത്ത് വന്നു. BRP ഭാസ്കറെ പോലുള്ള മാധ്യമ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്നു. പ്രശസ്ത സാഹിത്യകാരി അരുന്ധതി റോയ് മുത്തങ്ങയിലും ജയിലിലും സന്ദർശനം നടത്തി. സമരവുമായി ബന്ധപ്പെട്ട സ്ത്രീകളെയും പിഞ്ചുകുഞ്ഞുങ്ങളെ പോലും തടവിലിടുകയും പലവിധ പീഡനങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉടനടി എടുത്തു. അടിച്ചമർത്തപ്പെടുന്ന ആദിവാസി ജനതയ്ക്കൊപ്പം ചേർന്ന് നിന്ന് പോരാടും സമൂഹത്തിന്റെ പൊതുജനാധിപത്യ മുന്നേറ്റത്തിന്റെ ഭാഗം തന്നെയാണെന്ന് ഈ കൺവെൻഷൻ പ്രഖ്യാപിക്കുന്നു. ആദിവാസികൾ അന്യരല്ല. ആദിവാസികൾ അന്യരല്ല. കേരളം നിങ്ങൾക്കൊപ്പമുണ്ട്. ആദിവാസികളും ദളിതരും മറ്റ് ദുർബല വിഭാഗങ്ങളും
തങ്ങളോടൊപ്പം തുല്യതയും തുല്യ അവകാശങ്ങളും ഉള്ളവരാണെന്നും അഥവാ അത് അർഹിക്കുന്നവരാണെന്നും അംഗീകരിക്കുവാൻ വൈമുഖ്യമുള്ളവരാണ് നമ്മുടെ ഭരണാധികാരി. ആ സമീപനമാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് ഐക്യത്തിന്റെ ഒരു രാഷ്ട്രീയ രൂപം എന്ന് വേണമെങ്കിൽ. ദേശവ്യാപകമായ ഈ പ്രതിഷേധത്തിന് മുന്നിൽ സിബിഐയെ അന്വേഷണമേൽപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു. അതും ഒരു പ്രഹസനമായിരുന്നു. മർദ്ദനത്തിനിരയായ 54 പേരാണ് കുറ്റവാളികളെന്ന് സിബിഐ വിലയിരുത്തി. പാവപ്പെട്ട നിരക്ഷരരും നിർധനരുമായ ആദിവാസികൾക്ക് സിബിഐ നൽകിയ കുറ്റപത്രത്തിന്റെ വ്യാപ്തി കൗതുകം ജനിപ്പിക്കുന്നതാണ്. ഭരണകൂടത്തിനു വേണ്ടി ഭരണകൂടം നടത്തിയ പൊറാട്ടു നാടകത്തിന്റെ അന്ത്യം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. അക്രമം കാണിച്ചതായ പോലീസുകാരും അതുപോലെ അന്യായമായി ആദിവാസികളെ പിടിച്ചു പുറത്താക്കിയതായ തെരുവുതണ്ടികളായി നടത്തിയതായ കൂട്ടരും ശിക്ഷയ്ക്ക് അർഹരായതുകൊണ്ട് ഗവൺമെന്റ് അവർക്ക് നേരെ ശിക്ഷാ നടപടികൾ എടുക്കണം. പ്രമുഖ നിയമപണ്ഡിതനായ ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ 2 ജസ്റ്റിസുമാർ ഉൾപ്പെട്ട ജനകീയ സമിതിയും മുത്തങ്ങ സംഭവം അന്വേഷിച്ചു. മുത്തങ്ങയിലേക്ക് നയിച്ചത് പൊതുപരിഷ്കൃത സമൂഹം ആദിവാസികളോട് കാട്ടുന്ന ക്രൂരതകളും അത്യാചാരങ്ങളുമാണെന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ജസ്റ്റിസുമാർ ചൂണ്ടിക്കാട്ടി. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് താമസ സൗകര്യം. പാർപ്പിടമില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതാണ്. ഇത് ചെയ്ത് കാണുന്നില്ല. കടലാസിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പ്രസംഗങ്ങളിൽ പറയുന്നു എന്നല്ലാതെ അവർക്ക് ഉടമാവകാശം കിട്ടുക, കെട്ടിടമുണ്ടാക്കാനുള്ളതായ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നൽകുക, ഇത് ചെയ്ത് കിട്ടിയിട്ടില്ല. വെറുതെ മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രയോജനമില്ല. ഇപ്പം ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ആദിവാസികൾക്ക് ഗവൺമെന്റിൽ വിശ്വാസമില്ലാതെ കൊണ്ടും അത് വിഷയമാണ്. എല്ലാ പുനരധിവാസങ്ങളും ദുരിതങ്ങളുടെ പുനരധിവാസം തന്നെയാണ് ആദിവാസിക്കുന്നു. അവർ അങ്ങനെ ബോധപൂർവം നയിക്കപ്പെടുന്നത് വംശനാശത്തിലേക്കാണ്. 35 ആദിവാസി സമൂഹങ്ങളെപ്പറ്റി കിർത്താഡ്സ് നടത്തിയ പഠനം ഇതിന്റെ കണക്കുകൾ നിരത്തുന്നു. കൊണ്ടകപൂസ്, കൊച്ചുവേലൻ തുടങ്ങിയ വിഭാഗങ്ങളുടെ ജനസംഖ്യ 10ൽ താഴെ മാത്രമാണിന്ന്. വംശനാശം നേരിടുന്ന സസ്യജീവജാലങ്ങളെ രേഖപ്പെടുത്താൻ ഔദ്യോഗികമായി റെഡ് ഡേറ്റ ബുക്കുണ്ട്. മറ്റു ജീവികളെ പോറ്റാൻ മൃഗശാലകളുണ്ട്. സസ്യ മൃഗക്ഷേമ പദ്ധതികളുമുണ്ട്. നമുക്കുമുണ്ട് ചുറ്റുപാടും സംരക്ഷണം. പക്ഷേ നമുക്കിടയിലെ ആദിവാസികൾക്ക് അതുമില്ല. ഒരു പുസ്തകത്താളിലും രേഖപ്പെടുത്താതെ ആ ആദിമ പിതാക്കളുടെ വംശം അങ്ങനെ കൊഴിഞ്ഞു പോകുന്നു. ചരിത്രത്തിലല്ലാതെ ജീവിതത്തിൽ ആദിവാസിക്കൊരു ഇടം നൽകി നരഹത്യ അവസാനിപ്പിക്കാൻ എന്താണ് വഴി? സമരങ്ങളുടെ പാതയിൽ വനവാസികളുടെ പിന്മുറ നേരിടുന്ന ചോദ്യം ഇതാണ്.